ഹലോ, അസ്സലാമലൈക്കും. പഴയ സാരി ഇട്ടോ, ഞാൻ സാരി എടുത്തതിന് ചുരിദാർ അടിച്ചതൊക്കെ കട്ടിയൊന്നുമില്ല. കട്ടിയത് സാരീന് എത്ര കട്ടിലുണ്ടാവുള്ളൂ. നമ്മളതിൻ്റെ ഈ കുന്താണി ഭാഗമില്ലേ, കുന്താണി എന്നുള്ള അറിയില്ല, ഈ മറ്റേ ഭാഗം, ഈ ഭാഗത്ത് എടുത്തിട്ട് ടോപ്പ് എടുക്കണം. ഈ പച്ച കണ്ടോന്നത് പണ്ടത്തെ സാരിയില്ലേ, ഇങ്ങനെ സാരി ഇറങ്ങുന്നത് പിഞ്ഞ് പോണ ശീലമൊക്കെയാണ്. എന്നാലും നമ്മൾ ഈ ഭാഗം എടുത്തിട്ട് ഈ വർക്കുള്ള ഭാഗം, ഈ ഭാഗം എടുത്തിട്ട് ഇപ്പം ഇങ്ങനത്തെ കുറേ ചുരിദാറല്ലോ മൊത്തമായിട്ട് വരുന്നത്, സാരി കൊണ്ട് അടിക്കുന്ന ചുരിദാർ തന്നെയാണ്. അപ്പം ഈ ഭാഗം എടുത്തിട്ട് നമ്മൾ ചുരിദാറിൻ്റെ മുൻഭാഗം എടുക്കുക കേട്ടോ. അപ്പം എങ്ങനെ മുൻഭാഗം എടുക്കണമെന്ന് ഞാൻ കാട്ടുതരാം. ഇവിടെ ആയിട്ട് ഞാനതിന് വീഡിയോ എടുക്കലും കട്ട് ചെയ്യലൊക്കെ. അപ്പം ഞാൻ ഇവിടെ ഈ വർക്ക് ചെയ്യുന്ന ഇവിടെ ലാസ്റ്റ് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യും. പിന്നെ ഈ പച്ചയും വേണ്ട, അപ്പം ഈ ഭാഗവും ഇങ്ങനെ ആയിട്ട് കട്ട് ചെയ്യും. ഈ പച്ച ഭാഗം വേണ്ട, ഈ മഞ്ഞ ഭാഗം. എന്നിട്ട് പിന്നെ ഫ്രണ്ടിൽ ബാക്ക് ഭാഗത്തേക്ക് ഇവിടെ നിന്നായിട്ട് പ്ലെയിൻ ആയിട്ടുള്ള കളറ് ഇത് എടുക്കട്ടു. ഇതിക്ക് ഞാൻ ലൈനിങ്ങും വാങ്ങിക്കാൻ സെയിം കളർ ഞാൻ അടിച്ചൊക്കെ അയച്ച് ഞാൻ പിഞ്ഞി പോണ സീലല്ലേ, ഞാൻ നല്ല ലൈനിങ് ഒന്നും വാങ്ങിയില്ല, സാധാ ലൈനിങ് വാങ്ങി. കട്ടില്ലാത്തതിന് എത്ര 28 റുപ്യ മീറ്ററിന്. ഈ ലൈനിങ് 2 മീറ്റർ വാങ്ങി. ഞാൻ വെട്ടി കഴിഞ്ഞിട്ട് കാട്ടിത്തരാം. ഇത് നമ്മളെ ചുരിദാർ ഞാൻ ഇതാക്കിട്ടോ, സാരിൻ്റെ മുൻഭാഗം വെട്ടിയെടുത്ത് അടിയിൽ നല്ല വർക്കൊക്കെ ഉണ്ടാവും. സാരി ആട്ടത് മടക്കി അടിച്ചിട്ട് വരും. സാരി ഇതിൻ്റെ ലൈനിങ് കൂടി കട്ട് ചെയ്യണം. അത് മുൻഭാഗമാട്ടോ, ഫ്രണ്ട് ഭാഗമാണ്. ബാക്ക് ഭാഗം പ്ലെയിൻ ആയിട്ടുള്ള സാരിയുടെ ഈ ഭാഗം എടുക്കുക. ഫ്രണ്ട് ഭാഗം അടിച്ച് വെക്കുക. അടുത്തൊരു അടിച്ച് വെക്കുന്നത് ഫസ്റ്റായിട്ട് അടിച്ച് വെക്കുകയാണ്. നമ്മളെ സാരി എടുത്ത അളവല്ല എടുക്കുന്നുണ്ട്. ഞാൻ എന്താക്കേണ്ടത് പിഞ്ഞി പോവും. അതുകൊണ്ട് ചുരിദാർ എടുത്ത അളവെടുത്തത് പഴയ ചുരിദാറും മറിച്ചിട്ടിട്ട് തന്നാൽ പിന്നെ അല്ലെങ്കിൽ നമ്മൾ അളവെടുത്തത് ഇങ്ങനെ കറക്റ്റാക്കി വെക്കുക. എന്നിട്ട് ഇതിൽ കൂടെ അങ്ങനെ വരയ്ക്കാനിങ്ങനെ വരച്ചതിന് പറ്റില്ല. ഇത് സാരിൻ്റെ ഈ ഭാഗം വെട്ടിയിട്ട് ആ ചുരിദാറിൻ്റെ അതേ അളവെടുത്തിട്ട് വെട്ടി നമ്മൾ മറ്റേ സാരിൻ്റെ ബാക്ക്, ചുരിദാറിൻ്റെ ബാക്ക് ഭാഗം കിട്ടിയിട്ട് അപ്പം സാരിൻ്റെ ഈ പ്ലെയിൻ ആയിട്ടുള്ള ഭാഗമുണ്ട്, അത് നമ്മൾ ഇത്രകാലം വലിപ്പമുണ്ട്. അപ്പോൾ ഈ 2 മടക്ക് മടക്കിയിട്ട് ഇതേ അളവിൽ ഇവിടുന്ന് തുണി വേസ്റ്റാക്കി കളയണ്ടല്ലോ. ഈ ചുരിദാർ ആദ്യം നമ്മൾ വെട്ടില്ലേ, ആ വെട്ടി അതേ അളവ് ഇത്തിരി ഇത്ര ഏറെ എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. ഇവിടുന്ന് കണക്കാക്കി ഇങ്ങനെ വരച്ചെടുത്തിട്ട് ഇങ്ങനെ വെട്ടാനായിട്ട് തേച്ച് കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് ചെയ്യും. ഇങ്ങനെ അപ്പോൾ നമ്മൾ ഇവിടുന്നായിട്ടുള്ള സാരി വേസ്റ്റായി പോവില്ലാണ് വെട്ടിച്ച് കാട്ടുക. നമ്മൾ ഇതെടുത്ത് ഇതിങ്ങനെ ഇതിൻ്റെ കഴുത്ത് ഇറക്കം ഇടുന്നത് 2.5 ഇഞ്ചും ഇറക്കം 3 ഇഞ്ച് ഇറക്കോട്ടായിട്ട് വെട്ടിയിട്ട് കാണിച്ചിട്ട് ഇതിൻ്റെ കഴുത്ത് ബാക്ക് 5 ഇഞ്ച് 2 ഇങ്ങനെ ഇവിടേക്ക് വീതി, ഇവിടേക്ക് 2.5 ഇഞ്ച്, ഇങ്ങനെ ഇറക്കം 3 ഇഞ്ച് ബാക്ക് ഭാഗത്ത്. മുൻഭാഗത്ത് ഞാൻ 5 ഇഞ്ച് എടുത്തിട്ടോ. ഓക്കെ, നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്ത് ഇത് ഫ്രണ്ടിൽ നെക്കിൻ്റെയാണ്, ഇത് ബാക്കിൽ നെക്ക്. സ്ലീവിൻ്റെ ഒന്ന് കട്ട് ചെയ്യും, സ്ലീവിൻ്റെ ഇറക്കം നോക്കിയിട്ട്. ഓക്കെ, നമ്മൾ ചുരിദാറിന് ലൈനിങ് ഒന്ന് കട്ട് ചെയ്യണ്ട. ലൈനിങ് അതേ അളവ് വെച്ചിട്ട് അതിൽ കൂടെ അളവെടുത്ത് വെട്ടാനാണ് ഞാൻ വിചാരിച്ചത്. ഓക്കെ, അത് നമ്മളെ ലൈനിങ്ങും കട്ട് ചെയ്തിട്ട് മുന്നിൽ 5 ഇഞ്ചിൻ്റെ ലൈനിങ്, ഇത് ബാക്കത്തെ ലൈനിങ്, ലൈനിങ്ങും കട്ടിങ്, സ്ലീവ് കട്ട് ചെയ്യുന്നു, സ്റ്റിച്ച് ചെയ്യുന്നു. ഞാൻ അടുത്ത വീഡിയോയിൽ കട്ട് ചെയ്യട്ടെ. ഓക്കെ, ഇത് കട്ടിങ് സാരി കൊണ്ട് നമ്മളെങ്ങനെ അടിക്കാം എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ അടിച്ചത് സാധാ ലൈനിങ് എടുത്തിട്ട് ഞാൻ ലോക്കൽ ലൈനിങ് എടുത്ത് നോക്കിയത്. ഈ സാരി നമ്മൾ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് നമുക്ക് കണ്ടാൽ തന്നെ എടുത്ത് പിന്നി പോകേണ്ട സൈസ് ഒരു സാരിയാണ്. ഇതുണ്ട് ഇപ്പോഴത്തെ ചുരിദാറിൻ്റെ മോഡലായി ചെയ്ത് വർക്കും കാര്യങ്ങളുണ്ടല്ലേ, നല്ല വർക്കുണ്ട്. ഇതൊട്ട് ഒഴിവാക്കിയിട്ട് ഇവിടെ നമ്മൾ ലേസ് വെച്ച് കൊടുക്കണം. അത് ഞാൻ തയ്ക്കുമ്പോൾ കാട്ടിത്തരാം. ഓക്കെ.